ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു അഭിഷിക്തനായിരുന്നു നെഹമ്യാവ്. തന്നെ ദൈവം ശ്രേഷ്ഠമായ ഒരു പദവിയിൽ കൊണ്ടിരുത്തി എന്നാലും തന്റെ ഹൃദയത്തിനകത്ത് ദൈവജനത്തിന്റെ ഉദ്ധാരണത്തെക്കുറിച്ചുള്ള ബേർഡൻ, ആത്മഭാരം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രാർത്ഥന ജീവിതമുള്ള മനുഷ്യനായിരുന്നു. ദൈവിക നിയോഗപ്രകാരം താൻ യെരുശലേമിന്റെ ഇടിഞ്ഞുകിടക്കുന്ന മതിലുകളും വാതിലുകളും പണിതുയർത്തുവാൻ ഇറങ്ങി പുറപ്പെടുന്നു. രാജാവിന്റെ കരത്തെ ദൈവം തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നു. താൻ അവിടെ ചെന്ന് യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർത്തു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. അവർ യെരുശലേമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരെയൊക്കെയും ഒന്നിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി. എവിടെയെങ്കിലും ദൈവികമായൊരു പണി നടക്കുന്നുണ്ടെങ്കിൽ, ദൈവികമായൊരു പദ്ധതികൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരെ നിൽക്കുന്ന ഒരു സാത്താന്യ മണ്ഡലമുണ്ട്. അവർ ചെയ്യുന്ന പദ്ധതി അതിനോട് നേരെ ചെന്ന് യുദ്ധം ചെയ്യുന്നു. അവർ തിരിച്ച് ഒന്നും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ആ ജനത്തിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യുകയും അവിടെ കലക്കമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ട പദ്ധതികൾ എല്ലാ കാലവും ഉണ്ട്. നമ്മിൽ ഒരു ദൈവിക പണി നടക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അതിന്റെ വളർച്ചയെ തടയുന്ന, നാം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താതിരിക്കാൻ എതിർക്കുന്ന ആ പ്രതിസന്ധികളുടെ നടുവിൽ നെഹമ്യാവും കൂട്ടരും ചെയ്തത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെയാക്കേണ്ടി വന്നു. പല പ്രതിസന്ധികൾക്കകത്തും പല പ്രതികൂലങ്ങൾക്കകത്തുമാണ് നാം പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുള്ളത്. സാഹചര്യങ്ങൾ നമുക്കെതിരാകുമ്പോൾ, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ അവരുടെ കാവല് ശക്തമാക്കി. ചില സാഹചര്യങ്ങൾക്കകത്ത് സാത്താന്യ പദ്ധതികൾ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ നാം കാണുമ്പോൾ നാം നമ്മുടെ കാവൽ ഉറപ്പാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കാവൽ നമ്മുടെ പ്രാർത്ഥനയാണ്. എല്ലാ സമയത്തും അറ്റാക്കിംഗ് അല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാവൽ ഉറപ്പാക്കാതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. സാത്താന്യ ശക്തികളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അതിനു മുമ്പ് നാം നമ്മുടെ കാവൽ ഉറപ്പാക്കണം. ഇടിഞ്ഞു കിടക്കുന്ന ഇതിനെ പണിതുയർത്തുമ്പോൾ, സാത്താൻ വീണ്ടും ഇടിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവമായി പൈതലെയും നമ്മളെ ദൈവം കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ കാവൽ ശക്തമാക്കുക. സാത്താന്യ പദ്ധതികളെ ദൈവം പൊളിക്കും. ദൈവം നമ്മെ സംരക്ഷിക്കും. പ്രാർത്ഥനയുടെ ഒരു കവചം നമ്മുടെ ചുറ്റും ഉണ്ടാകട്ടെ. നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച, നമ്മെ കാവൽക്കാരാക്കി മാറ്റിയ എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.